എന്നാണ്ട് വിശേഷം? എനിക്ക് രാവിലെ ഷോപ്പിൽ വന്നപ്പോൾ ചെറിയൊരു പണി കിട്ടി. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ഫ്രീസർ ഇച്ചിരി ഷോപ്പിലെ ഫ്രീസർ ഇച്ചിരി കട്ട് ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ അത് ഒന്ന് ഇതാ റെഡി ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്വിച്ചെല്ലാം ഞാൻ ഇട്ടേക്കുമായിരുന്നു കുറച്ച് നേരത്തേക്ക്. പോകുമ്പം കുത്തിയിട്ടിട്ട് പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഇരുന്നത്. അപ്പോഴാണ് ഓർക്കപ്പുറത്ത് ആങ്ങളെയും കുട്ടികളും കയറി വന്നത്. അവർ വന്നപ്പോഴേ ഷോപ്പ് അടക്കി വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാൻ ആ എക്സൈറ്റ്മെൻറ്റിൽ ഷോപ്പ് അടച്ച് വീട്ടിൽ പോയി. സംഭവം കുത്താൻ മറന്നുപോയി. രാവിലെ ഷോപ്പ് തുറന്ന് കയറി വരുമ്പം കടയ്ക്കാവും മൊത്തം വെള്ളം. അപ്പോഴേ ബ്ലാങ്ക് ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഒന്നാമത് എനിക്ക് കയറി വരുമ്പോൾ വിളക്കൊക്കെ വെച്ച് വെക്കാനുള്ളതല്ല. അപ്പോൾ അടിച്ച് തുടച്ചിട്ട് വിളക്കങ്ങ് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ കയറി വരുമ്പോൾ ക്ലീനായി കിടക്കണതാണ് എനിക്കിഷ്ടം. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പം മൊത്തത്തിലൊരു ഇന്നൊരു കയറിത്താമസമുണ്ട് വൈകുന്നേരം. അങ്ങ് കോട്ടയം വരെ പോകുന്ന ആ അടുത്തെങ്ങാണ്ടാണ് കയറിത്താമസം. വൈകുന്നേരം എല്ലാവരും കൂടെ വണ്ടി വിളിച്ച് പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടി എല്ലാം തയ്യാറെടുത്ത് നല്ല സ്റ്റൈലൊക്കെ വന്നതാണ്. പിന്നെ തുടച്ച് അതൊക്കെ റെഡിയാക്കി കേട്ടോ. സംഭവം റെഡിയാക്കി. പക്ഷേ അങ്ങോട്ട് മൈൻഡ് അങ്ങോട്ട് പോയപ്പം എന്തോ ഇതുവരെ ക്ലിയറായി വന്നില്ല. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഒരു കോഫി ഇട്ട് കുടിച്ചു. പിന്നെ എന്താ പറയുക, 2-3 തിരക്കുണ്ടായിരുന്നു. ചായയും നാരങ്ങ വെള്ളവും കോഫിയൊക്കെ രാവിലെ പോയി. പലഹാരങ്ങളൊക്കെ വന്ന് അതെല്ലാം അടുക്കിപ്പെറുക്കി വെച്ചു. ഇപ്പം എൻ്റെ ബ്രദർ വന്നേച്ചിട്ട് ഇപ്പോൾ അവനും അങ്ങ് പോയി. ബ്രദറും പിള്ളേരും വന്നപ്പം വലിയൊരു സങ്കടം വന്നത് എൻ്റെ കുട്ടികൾ അടുത്തില്ലാണ്ടായിപ്പോയത്. കാരണം ബ്രദർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷ എൻ്റെ കുട്ടികൾക്കായിരുന്നു. ഞാനും കരഞ്ഞ്, എൻ്റെ അച്ഛൻ കരഞ്ഞ്, എൻ്റെ അമ്മ കരഞ്ഞ്. കാരണം എൻ്റെ ആങ്ങളയുടെ ഏറ്റവും വലം കൈയായിട്ട് നടന്നതാണ് എൻ്റെ 2 കുട്ടികൾ. അപ്പം പെട്ടെന്ന് അവർ അതെല്ലാം ഇന്നലെ ഓരോ സാധനങ്ങൾ എനിക്ക് എടുത്തു തരുമ്പോൾ എൻ്റെ അച്ഛൻ ആദ്യം പറയണത് അവരുടെ കാര്യമാണ് പറയണത്. അവരായിരുന്നു മുന്നിൽ നിൽക്കേണ്ടത്. അത് കാരണം മൊത്തത്തിൽ ഇന്നലെ ആങ്ങളെ വന്ന സന്തോഷം പെട്ടെന്നൊരിതായിപ്പോയി. എല്ലാവരും ഒരു കൂട്ടക്കരച്ചിലിൻ്റെ ഒരു ഇതായിരുന്നു. ഞാനും ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ സങ്കടം കണ്ടുകൊണ്ടാവാം അച്ഛൻ പിന്നെ ഓടി വന്ന് എൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് എനിക്ക് കുറേ മിഠായി ഒക്കെ തന്ന് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തെങ്കിലും എന്തോ ഒരു വിഷമം പോലെ.